ആ അവസരമൊന്നും പാഴാക്കാതെ പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കള് അൽഹംദുലില്ലാഹ് നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ SKSP എന്ത് ചെയ്യണമെന്ന് ദരിദ്രത്തിനെ ചിന്തിച്ചപ്പോഴേക്ക് ഒരു തേങ്ങ ചലഞ്ചുമായി വന്നപ്പോഴേക്ക് നിങ്ങളെല്ലാവരും സഹകരിച്ചുള്ള നല്ല സംഖ്യമില്ല. അതേപോലെ തന്നെ ഇവിടെ മദ്രസന്റെ ബാക്കി കാര്യങ്ങളാവട്ടെ അല്ലെങ്കിൽ അവിടെ നിലത്ത് പക്ഷേ അതൊക്കെ പ്രത്യേകിച്ച് കണ്ടാ പറയുന്നതായിട്ടാണല്ലോ. ഇന്നും ഇവിടെ നെടിയുമ്പോൾ വശങ്ങളൊക്കെ പറഞ്ഞു ഒരുപാട് കാരണം എന്തിന് ഇനിപ്പൈക്ക് കമ്മ്യൂണിറ്റിയല്ലല്ലോ പറയുന്നത്, അത് ഫുള്ളായല്ലോ അല്ലെ. പക്ഷെ എന്നിരുന്നാലും എല്ലാവർക്കും എപ്പോഴും വരക്കണമെന്ന് ഈ മദ്രസയ്ക്ക് ഇതിന്റെ ഈ പഴയ ബിൽഡിങ്ങിന്റെ ഉത്ഭവം മുതൽ ആരൊക്കെ എന്തോളം സഹായിച്ചിട്ടുണ്ടോ ഓർക്കൊക്കെ വേണ്ടി എന്നും ഈ മദ്രസയിൽ വരയ്ക്കുന്നത്. എന്നും രാവിലെ കുട്ടികൾ ചെല്ലുന്ന പൈത്തിൽ ഞങ്ങളെ സഹായിച്ചവർ കുറച്ചോനെ 6 മണിയിലേക്ക് അടിയിലേക്ക് എത്ര ചൊല്ലി ഇതിനു വേണ്ടി ഓരോ വന്നവർ ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത് വീതി കൂടെ കല്ലോട്ട് പതുക്കെ ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയ ആളുകൾ ഇന്ന് പലർക്കില്ല, ഒരു കാരണം കമ്മിയില്ല. ഓരോ കബർക്ക് എന്നും രാവിലെ പിഞ്ചു വൈദ്യുത വൈദ്യുതി മുകളിൽ പറയുന്ന പ്രശ്നങ്ങളോ ഈ മദ്രസയുടെ ബിൽഡിങ്ങിന് വേണ്ടി ഇതിന്റെ ഓരോ പരിശ്രമത്തിന് വേണ്ടി ഇതുവരെ സഹായിച്ചവർക്കും ഇപ്പൊ ഇന്റർലോക്കിനെ സഹായിച്ചവർക്കും ഈ മദ്രസ പഠനങ്ങളൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. ആ ബിൽഡിംഗ് പണിമുറിച്ചാൽ ഒരുപാട് പറയുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ സഹായിക്കണോ ഓർക്കൊക്കെ വേണ്ടിയുള്ള എല്ലാ ദിവസവും മദ്രസ വായിക്കലുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം സംവിധാനങ്ങൾ നടക്കുമ്പോൾ അതാത് കാലത്തെ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും ആ ക്ലാസ് എടുക്കുന്ന ആളുകളോടും ആർക്കോടും പ്രത്യേകമായി ഇത് സഹായിച്ച ആളുകൾക്ക് ധാരിക്കുന്നുണ്ടോ. ഉമ്മിനികളെ ഉമ്മിനികളെ ഇതാണ് ആഹാരത്തിലേക്കുള്ള കാര്യം. സാന്ദർഭികമായി നഷ്ടപ്പെടുത്തേണ്ട ഒരു കാലഘട്ടത്തിൽ ഇല്ലായ്മയിൽ നിന്ന് ഒന്നും കയ്യിലില്ലാത്ത സമയത്ത് നേരെ വീട്ടിലേക്ക് അന്ന് കൂലിക്ക് പകരം 4 അരി അല്ലെങ്കിൽ ഒരു ഇടങ്ങാടി അരിയൊക്കെ അത് നെല്ലൊക്കെ കിട്ടി അതിങ്ങനെ കുത്തി ഉണ്ടാക്കി അരി ഉണ്ടാക്കിയിട്ട് അത് കഞ്ഞിവെള്ളാക്കി നീട്ടിയ കഞ്ഞിവെള്ളത്തിൽ നൽകിയിട്ടാണ് ഇതുപോലത്തെ സ്ഥാപനം ഉണ്ടാക്കിയത് എന്ന് സമസ്തയുടെ ദീർഘകാല സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാനായ കോയക്കുട്ടി ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റായിരുന്ന ഒരു കാലത്ത് അദ്ദേഹം ഒരു ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നൊക്കെ ഒരു മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി ചെന്നാൽ 40 ദിവസം മദ്രസ ഉണ്ടാക്കാൻ. അപ്പൊ ഓരോ ദിവസം അന്നാന്ന് അധ്വാനിച്ച് കൊണ്ടുതരും. അതിന് ബിൽഡിംഗ് ഉണ്ടാക്കും. അതുവരെ മദ്രസ മദ്രസക്കുള്ള ആളുകൾ വരെ വളർന്നവരും ഈ ഒരു കാലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടി എല്ലാ ദിവസവും ദുആ ചെയ്യാറുണ്ട്. അല്ലാഹു തആല ഇപ്പോഴും നമ്മുടെ മദ്രസ സഹകരിക്കുന്ന എല്ലാ ആളുകൾക്കും വിശിഷ്യ ഈ SKയുടെ മക്കൾ വരുമ്പോൾ സഹായിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു മനോഹരമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് എന്താണ് സമസ്ത? അറിയാൻ വേണ്ടി പറയാണ്. സമസ്തകളുടെ ജന്മദിനത്തിലുള്ള ആഗ്രഹം ഇസ്ലാമത്തിന്റെ പ്രബോധനമാകട്ടെ മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ പ്രചരണത്തിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായി ഇവിടെ ഇസ്ലാമുമായി ലോകത്തേക്ക് വന്നത് മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ചുരുക്കി പറയാണ്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ ആ 2 മക്കളുടെ കാലഘട്ടം എത്തിയപ്പോഴേക്ക് തന്നെ കൊല്ലലും കൊലപാതകങ്ങളും തുടങ്ങി. പിന്നീട് ഇവിടെ ഏറ്റവും വലിയ തമ്മാടിത്തരങ്ങളും ഉണ്ടായി. അപ്പോഴാണ് അവരുടെ വിമോചനങ്ങളായി മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിച്ചു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കാലഘട്ടത്തിൽ ലോകത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ലോകത്തെ പരിഷ്കർത്താവാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നമുക്കറിയാലോ തൂഫാനുണ്ടായ നൂഹ് കാലഘട്ടത്തിലാണ് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരാമെന്ന് കണ്ടപ്പോൾ അവസാനമായി അവർക്കെതിരെ അല്ലാഹുവിനെ
ഒന്നുകിൽ അവർക്ക് ഹിദായത്ത് കൊടുക്കണേ റബ്ബേ, അല്ലെങ്കിൽ ഈ വീടുകളെല്ലാം നീ നശിപ്പിക്കണേ